ഞങ്ങളിതമായി സ്നേഹിക്കുന്ന വാത്സല്യ പിതാവേ, അപ്പച്ചായി നല്ല സമയത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഒരു പ്രാവശ്യം കൂടെ ദൈവമേ നിന്റെ പ്രഭാതപടത്തിൽ കടന്നു വരുവാൻ നിന്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും കർത്താവെ അടിയനെ സമർപ്പിച്ച് കൊടുത്ത് കർത്താവെ പ്രാർത്ഥിക്കുന്ന ദൈവം നല്ലൊരു സന്ദർഭം ഒരുക്കുന്നതിനായി സ്തോത്രം. കഴിഞ്ഞ രാത്രികൾ കഴിഞ്ഞ പകലെല്ലാം ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. നല്ലൊരു പ്രഭാതം ഞങ്ങൾക്ക് തന്നു കർത്താവെ. അത് രാവിലെ സമയത്ത് ദൈവത്തിൻ്റെ പാതപടത്തിൽ വന്ന് എൻ്റെ കുഞ്ഞുങ്ങളെ ഓർത്ത് എല്ലാവരും എൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് കർത്താവെ പ്രാർത്ഥിക്കുന്ന ബലത്തിനായി, സുഖത്തിനായി, ആരോഗ്യത്തിനായി, ദീർഘായുസിനായി ദൈവത്തെ സ്തുതിക്കുന്ന ദൈവമേ സ്തോത്രം. കർത്താവ് ഇന്നത്തെ പകൽക്കാലം മുഴുവനും നിന്റെ കുഞ്ഞുങ്ങളായിരിക്കുന്ന സ്ഥാനത്തിൽ അവർ ചെയ്യുന്ന ജോലികളിൽ, അവരുടെ പ്രവൃത്തികളിൽ, അവരുടെ ഓരോ ക്രിയകളിൽ, യാത്രയിൽ, അവരുടെ എല്ലാ ആവശ്യങ്ങളുടെ മുഖത്തും സ്വർഗത്തിൻ്റെ കലവറ തുറന്നിരിക്കണം. നിന്റെ അത്ഭുതകരം കൂടെ ഇരിക്കണം. ഒരുത്തർക്കൊരു നാശമോ നഷ്ടമോ ആപത്തോ വിപത്തോ വേദനയോ രോഗമോ മരണമോ പട്ടിണി എതുമേ വരരുത്. പച്ച ശത്രുവിൻ്റെ ഒരു ക്രിയകളും നിന്റെ കുഞ്ഞുങ്ങളെ അറ്റാക്ക് ചെയ്യാൻ ദൈവം സമ്മതിക്കരുതേ. നിന്റെ ചിറകിൻ്റെ മറവിൽ സൂക്ഷിക്കണമേ കർത്താവേ. നിന്റെ കര നിന്റെ കുഞ്ഞുങ്ങളെ താങ്ങി നടത്തണമേ. അവരവരുടെ ആവശ്യങ്ങളുടെ മുഖത്ത് സ്വർഗത്തിൻ്റെ കലവറ തുറന്നിരിക്കണമേ. ഒരുത്തരും ലജ്ജിക്കുവാൻ, തലകുനിയുവാൻ, നാണിക്കുവാൻ, കരയുവാൻ, പട്ടിണി കിടക്കുവാൻ, ക്ഷീണിതരാകുവാൻ, തളർന്നു പോകുവാൻ, ദൈവ സ്നേഹത്തെ വിട്ട് പുറമോട്ട് പോകുവാൻ നീ സമ്മതിക്കരുതെന്ന് പ്രാർത്ഥിക്കുന്നു. പിശാചിന്ന് കൊണ്ടുവന്ന എല്ലാവരുടെ ചതികളും യേശുവിൻ്റെ നാമത്തിൽ അധമാകണം, മുറിഞ്ഞു വീഴണം. നിന്റെ കുഞ്ഞുങ്ങളിൽ നിവർന്ന് നിൽക്കുവാൻ കർത്താവ് സഹായിക്കണം. എല്ലാവരും രക്തത്താൽ മുദ്രയിട്ട് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാൻ ഒരുത്തർക്കൊരാപത്ത് വരരുത്. അടിനെ ബലപ്പെടുത്തണം, സഹായിക്കണം. യേശുവിൻ്റെ നാമത്തിൽ പിതാവേ, ആമീൻ, ആമീൻ, ആമീൻ. ദൈവത്തിൻ്റെ പൊന്നുനാമം മഹത്വമെടുക്കുമാറാകട്ടെ. ഇന്ന് എന്നോട് പ്രാർത്ഥിക്കുന്ന MAG ഹോസ്പിറ്റൽ വൈസ് ടീമിലേക്ക് എല്ലാവരെയും യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ വന്ദനം പറയുന്നു. കർത്താവ് നിശ്ചയം നിങ്ങളെ അനുഗ്രഹിക്കും. നിങ്ങളുടെ ആവശ്യങ്ങളുടെ മുഖത്ത്, പ്രാർത്ഥന വിഷയത്തിൻ്റെ മുഖത്ത്, നിങ്ങളുടെ എല്ലാ വിഷയത്തിൻ്റെ മുഖത്തും കർത്താവ് നിങ്ങൾക്ക് അനുകൂലമായിരിക്കും. ദൈവം നിങ്ങളെ നിശ്ചയമായി ആശ്വസിപ്പിക്കും, ബലപ്പെടുത്തും, വഴി നടത്തും. ദൈവം നിങ്ങളെ നിശ്ചയമായിട്ടും മറക്കത്തില്ല, കൈവിടത്തില്ല, ഉപേക്ഷിക്കത്തില്ല. ധൈര്യമായിട്ടിരിക്കുക. ഇന്ന് നമ്മുടെ പ്രാർത്ഥന ആരംഭിച്ച 1201 ദിവസത്തിലേക്ക് നമ്മൾ വന്നിരിക്കുകയാണ്. ഇത്രത്തോളം കർത്താവ് നമ്മളെ നടത്തി, ദൈവം നമ്മളെ നടത്തി, ഇനിയും ദൈവം നമ്മളെ നടത്തുവാൻ ശക്തനാണ്. നമുക്കൊന്ന് രണ്ട് വാക്യങ്ങൾ വായിക്കാം. ഇയ്യോബിന്റെ ചരിത്രം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നല്ലേ. എങ്കിലും അതിൽ നിന്ന് ഒന്ന് രണ്ട് വാക്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് ഓർമ്മിപ്പിക്കുവാൻ കടന്നു വരികയാണ്. 8-ാം അധ്യായം അതിൻ്റെ അവസാനത്തെ 3 വാക്യങ്ങളാണ് നമ്മൾ കാണാൻ പോകുന്നത്. ആ 3 വാക്യങ്ങളും നമ്മൾ ചിന്തിച്ചു നോക്കുമ്പോൾ യോബിന്റെ ഒരു സ്നേഹിതൻ, അതായത് ബെൽദാദ് എന്നൊരു സ്നേഹിതൻ പറയുന്ന വാക്കുകളാണ്. ആ 8-ാം അധ്യായത്തിൻ്റെ 22 വാക്യങ്ങൾ നിങ്ങളൊന്ന് വായിച്ചു നോക്കുന്നുണ്ടെങ്കിൽ അവൻ പറയുന്നതെല്ലാം തേൻ പോലെ തോന്നും. പക്ഷെ അത് ഭയങ്കര വിഷമാണ്, ഭയങ്കര മുള്ളാണ്. യോബിന്റെ മുറിവിലേക്ക് പാഞ്ഞു ചെയ്ത അമ്പുകളായിട്ടാണ് ആ ഓരോ വാക്കുകൾ നമ്മളവിടെ കാണുന്നത്. അവൻ ഇങ്ങനെ 20-ാമത്തെ വാക്യം ഇങ്ങനെ പറയുകയാണ്: ദൈവം നിഷ്കളങ്കനെ നിരസിക്കയില്ല, ദുഷ്പ്രവർത്തിക്കാരെ താങ്ങുകയുമില്ല. നല്ലൊരു വാക്കാകട്ടോ. ദൈവം നിഷ്കളങ്കനെ നിരസിക്കയില്ല. ഒത്തിരി നല്ല വാക്കാണ്. ആണ് അടുത്ത് കൊണ്ടുവന്നുണ്ടോ ഭയങ്കര ഡോസോടൊരു പോയിസൺ കൊടുക്കുകയാണ്. എന്താണെന്നറിയാമോ? ദുഷ്പ്രവൃത്തിക്കാരെ താങ്ങുകയില്ല. അപ്പം അവൻ്റെ സ്നേഹിതന്റെ കണ്ണിനകത്ത് എങ്ങനെയായി യോബിനെ കാണുന്നത്? ദുഷ്പ്രവൃത്തിക്കാരനായി കാണുകയാണ്. രണ്ടാമത് പറയുമ്പോൾ 21-ാമത്തെ വാക്യം, അവൻ ഇനിയും നിന്റെ വായിൽ ചിരിയും നിന്റെ അധരങ്ങളിൽ ഉല്ലാസഘോഷവും നിറയ്ക്കും. ഇത് അവനെ ഏതോ ചക്കരവാക്ക് പറഞ്ഞ് കളിപ്പിക്കുകയാണ്. നല്ല വാക്ക് പോലെ പറഞ്ഞ് അവനെ കളിയാക്കുന്നതാണ് ഈ വാക്ക്. അവസാനം പറയുന്നത്, നിന്നെ പകയ്ക്കുന്നവൻ ലജ്ജ ധരിക്കും. ദുഷ്ടന്മാരുടെ കൂടാരം ഇല്ലാതെയാകും. യോബിന്റെ ജീവിതത്തിൽ എല്ലാം നശിച്ചു പോയില്ലേ? ഭവനവും നശിച്ചുപോയി, കുഞ്ഞുങ്ങളും നശിച്ചുപോയി, എല്ലാ സാമ്പത്തികങ്ങളെല്ലാം നശിച്ചു പോയില്ലേ? അപ്പൊ അവന്റെ വാക്ക് കണ്ടോ? നിന്നെ പകയ്ക്കുന്നവൻ ലജ്ജ ധരിക്കും. അവസാനം ദുഷ്ടന്മാരുടെ കൂടാരം ഇല്ലാതെയാകും. ഈ വാക്കങ്ങോട്ട് കേൾക്കുമ്പോൾ ഏற்கனவே സകലവും നഷ്ടപ്പെട്ട് തകർന്ന് തരിപ്പണമായി കിടക്കുകയാണ് യോബ്. അവന്റെ ജീവിതത്തിൽ ഒരു ആശ്വാസ വാക്കിന് വേണ്ടി അവൻ തുടിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. അവൻ എന്ത് പറയണമെന്ന് മറുപടി ഒന്നും പറയാൻ അവൻ്റെ ഒന്നുമില്ല. അവന്റെ കൂടെ നിന്ന് തിന്നോൻ, അവന്റെ ദൂരെ നിന്ന് നടന്നവന് സ്നേഹിതനാണ്. അങ്ങനെങ്കിൽ നമ്മുടെ അനേകരുടെ ജീവിതത്തിൽ ഇതാണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ കൂടെ ഇരിക്കുന്നവർ, കൂടെ കിടക്കുന്നവർ, കൂടെ കഴിക്കുന്നവർ, കൂടെ പിറന്നവർ, അപ്പൻ, അമ്മ, അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾ, അല്ലെങ്കിൽ ഭാര്യ, ഭർത്താവ്, സഭയിലെ നമ്മൾ ഒന്നിച്ച് കർത്താവിന്റെ തിരുവത്താഴ് എടുക്കുന്ന വിശ്വാസികൾ, ദൈവദാസന്മാര്, എത്രയോ സ്നേഹിതന്മാര്, ജോലി സ്ഥലത്ത്, നമ്മുടെ വീട്ടില്, നമ്മുടെ ഭവനത്തിൽ, നമ്മുടെ സഭയിൽ, നമ്മുടെ ഊരിൽ, നമ്മുടെ നാട്ടില്, ഇങ്ങനെ പല രീതിയിൽ നമ്മളെ മുറിവേൽപ്പിക്കുന്ന ഒത്തിരി പേരുണ്ട്. ചക്കരവാക്ക് പോലെ തോന്നും അവരുടെ വാക്ക് വരെ ഇല്ല. ഹൃദയത്തിന്റെ ആഴത്തിലേക്ക് അമ്പുകൾ എയ്തുകൊണ്ടിരിക്കുകയാണ്.
എങ്ങനെങ്കിലും നമ്മളെ നശിപ്പിക്കണം, നമ്മളെ തകർക്കണം. ഇതാണ് അവൻ്റെ ചിന്ത. ഇതൊരു നല്ല ആശ്വാസവാക്ക് നിങ്ങൾ ചിന്തിക്കരുത്, ആശ്വാസവാക്കല്ല. പക്ഷേ അതിൻ്റെ 20ഉം 22ഉം അവൻ അങ്ങനെ പറഞ്ഞപ്പോൾ 21ാമത്തെ വാക്യം നമ്മളത് സന്തോഷമായിട്ട് എടുക്കാം. അവനെ കളിയാക്കാൻ പറഞ്ഞതാണെങ്കിലും ദൈവം യോബിന്റെ ജീവിതത്തിൽ അത് ചെയ്തു. അതാണ് വലിയ അതിശയം. അങ്ങനെങ്കിൽ അവൻ ഇനിയും നിന്റെ വായിൽ ചിരിയും നിന്റെ അധരങ്ങളിൽ ഉല്ലാസഘോഷവും നിറയ്ക്കും. യോബിന് അത് നടന്നു. ദൈവം അത് ചെയ്തു. അവനൊരു തെറ്റും ചെയ്തില്ല. അവൻ തന്റെ സ്നേഹിതന്മാരെ ഒന്നും അവൻ ദേഷ്യപ്പെട്ടൊന്നും പറഞ്ഞില്ല. അവൻ ദൈവത്തെ തള്ളിക്കളഞ്ഞില്ല, കൽപ്പന ലംഘിച്ചില്ല. അവൻ കൃപയിൽ നിന്നു, വിശ്വാസത്തിൽ നിന്നു. വന്ന കഷ്ടമോ നഷ്ടമോ ഒന്നും ദൈവത്തിന്റെ മേൽ അവൻ പഴി പറഞ്ഞില്ല, ദൈവത്തെ വിട്ടു പോയില്ല. അവിടെ എല്ലാം നിന്നുകൊണ്ട് സ്തോത്രം, എൻ്റെ മാംസം എൻ്റെ തോലെല്ലാം അഴുകി അങ്ങോട്ട് പുഴുപുഴുത്തു പോയാലും അന്യ കണ്ണുകളല്ല, എൻ്റെ സ്വന്തം കണ്ണാൽ ഞാൻ നിന്നെ കാണും, എൻ്റെ സ്വന്തം കണ്ണാൽ ഞാൻ നിന്നെ കാണും. ആ വിശ്വാസ വാക്ക് ആ ദൈവത്തെ ചലിപ്പിക്കുകയാണ്, സ്വർഗത്തെ ചലിപ്പിക്കുകയാണ്. അങ്ങനെയെങ്കിൽ നിങ്ങൾ ഇന്ന് കേൾക്കുന്ന ഈ സത്യത്തിന്റെ അടിസ്ഥാനത്തിൽ ആരെങ്കിലും നിങ്ങളെ തകർക്കുവാൻ, നിങ്ങളെ നശിപ്പിക്കുവാൻ, നിങ്ങൾ ഒത്തിരി സ്നേഹിച്ചവർ, നിങ്ങൾ ജീവൻ കൊടുത്തവർ, നിങ്ങൾ സഹായിച്ചവർ, നിങ്ങൾ ഒത്തിരി നന്മ പ്രാപിച്ചവർ, ഒരുപാട് നന്മ പ്രാപിച്ചവർ ഇന്ന് നിങ്ങൾക്ക് ശത്രുവായി നിൽക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ വിഷമിക്കരുത്. അവർ പറയുന്ന വാക്കുകളോ അല്ലെ അവരുടെ ഇടപാടുകളോ അവർ നിങ്ങളോട് ചെയ്യുന്ന കാര്യങ്ങളൊന്നും കണ്ട് നിങ്ങൾ തകർന്നു പോകരുത്. ഇയ്യോബിന്റെ ദൈവം നമ്മുടെ ദൈവമാണ്. നിങ്ങളവിടെ പരിഭ്രമിക്കരുത്, നിങ്ങൾ ക്ഷീണിക്കരുത്. ഇവനിങ്ങനെ പറഞ്ഞല്ലോ, അവളിങ്ങനെ പറഞ്ഞല്ലോ, ഞാനിങ്ങനെ ഉദ്ദേശിച്ചില്ല, ഇവനിങ്ങനെ പറയുമെന്ന് ഇവളിങ്ങനെ പറയുന്നതിനെ ഉദ്ദേശിച്ചില്ല. അങ്ങനെ ഒരു കാലത്തും നിങ്ങൾ ചിന്തിക്കരുത്. നമ്മളെ വിളിച്ചവൻ വിശ്വസ്തനാണ്, നമ്മളെ വിളിച്ചവൻ വിശ്വസ്തനാണ്. ഒരു നാളും ദൈവം നിങ്ങളെ ലജ്ജിപ്പിക്കത്തില്ല. ഈ പറയുന്നവന്റെ തല കുനിയും, നിങ്ങളുടെ തല കർത്താവ് നിവർത്തി വയ്ക്കും. നിങ്ങൾ എവിടെയും ലജ്ജിക്കുവാൻ, എവിടെയും തകർന്നു പോകാൻ ദൈവം സമ്മതിക്കത്തില്ല. ചിലപ്പോൾ പെട്ടെന്ന് ഒരു ആപത്ത് നമ്മുടെ വീട്ടിലോട്ട് വരും, ചിലപ്പോൾ പെട്ടെന്ന് ഒരു മരണം വരും, ഒരു വലിയ മാരക രോഗം വരും, വലിയൊരു നഷ്ടം നമുക്ക് വരും, ഏതോ ഒരു വലിയ ആപത്ത് നമുക്ക് വരും. ഈ സമയത്തെല്ലാം നമ്മുടെ കൂടെ ഇരിക്കുന്ന ഒരു ചിരിക്കും. കണ്ടോ അവന്റെ നെഹളം, കണ്ടോ അവന്റെ ചാട്ടം, കണ്ടോ എന്തോ ഒരു ചാട്ടമായിരുന്നു, എന്തോ ഒരു സ്തോത്രമായിരുന്നു, എന്തോ ഒരു ആരാധനയായിരുന്നു, കണ്ടോ ഇപ്പോൾ അവന്റെ കള്ളത്തരെല്ലാം തെളിഞ്ഞത്, കണ്ടോ ഇപ്പോൾ അവൻ ദൈവത്തെ കളിപ്പിക്കായിരുന്നു, സഭയെ കളിപ്പിക്കായിരുന്നു, മറ്റുള്ളവരെ കളിപ്പിക്കായിരുന്നു, കണ്ടോ എന്നും പറഞ്ഞ് വിളിച്ചു പറയുന്ന ഒരു കൂട്ടത്തിന്റെ നടുവിലാണ് നിങ്ങൾ ഞാൻ ഇന്ന് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. എങ്കിൽ നിങ്ങൾ അങ്ങനെ ആരെങ്കിലും ഇന്നത്തെ ഈ ദിവസം, ഇന്ന് 2201 ദിവസമാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്, ആരുടെയെങ്കിലും ജീവിതത്തിൽ അങ്ങനെ അത് ഓർത്ത് നിങ്ങളുടെ ഹൃദയം മുറിഞ്ഞു പോയി കരഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇനി കരയരുത്, നിങ്ങൾ കരയരുത്. ഈ 21 നിങ്ങൾ വാക്തത്വമായിട്ട് തന്നെ എടുത്തു. അത് ദൈവം അവൻ പറഞ്ഞത് കളിയാക്കി പറഞ്ഞാണേലും ദൈവം പറഞ്ഞായിട്ട് തന്നെ അങ്ങ് എടുത്തു. നിങ്ങളുടെ ജീവിതത്തിൽ അത് നടക്കും. എന്തുവാ? അവൻ ഇനിയും നിന്റെ വായിൽ ചിരിയും നിന്റെ അധരങ്ങളിൽ ഉല്ലാസഘോഷവും നിറയ്ക്കും. നിങ്ങളത് ഏറ്റെടുക്കാൻ പറ്റുമോ? വിശ്വസിക്കാൻ പറ്റുമോ? ഞാൻ ഈ വേദഭാഗങ്ങൾ വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ വാക്കെന്നെ ഒത്തിരി ടച്ച് ചെയ്തു. ആ 8ാം അധ്യായത്തിന്റെ 1 നിന്ന് അവസാനമുള്ള വാക്യങ്ങൾ നിങ്ങൾ വീട്ടിൽ വായിച്ചു നോക്ക്. എല്ലാം അമ്പുകളാണ്. അവന്റെ ഹൃദയത്തിലോട്ട് തറയ്ക്കുകയാണ്, ഹൃദയത്തിലോട്ട് അങ്ങ് എഴുതുകൊണ്ടിരിക്കുകയാണ്. എങ്കിലും ഇതിനൊന്നും യോബ് ചലിച്ചു പോയില്ല, ക്ഷീണിച്ചില്ല, തളർന്നില്ല. അവൻ അവിടെ നിന്നു, കർത്താവിനോട് നിന്നു, അത് സഹിച്ചു. അവനൊരു മറുപടി പറയാതെ ദൈവസന്നിധാനത്തിൽ പല്ല് കടിച്ചുകൊണ്ട് നിന്നു. എൻ്റെ ദൈവം ഇവന്റെ മുന്നിൽ എന്നെ മാനിക്കും, എൻ്റെ ദൈവം ഇവന്റെ മുന്നിൽ എന്നെ മാനിക്കും, എൻ്റെ ദൈവം ഇവന്റെ മുന്നിൽ എൻ്റെ തല നിവർത്തി നയിക്കും. ഞാൻ ഇവന്റെ മുന്നിൽ ക്ഷീണിക്കത്തില്ല, ഇവന്റെ മുന്നിൽ കുനിയത്തില്ല, ഇവന്റെ മുന്നിൽ ഞാൻ തകരത്തില്ല. എൻ്റെ ദൈവം എനിക്ക് അത്ഭുതം പ്രവർത്തിക്കും. ഇങ്ങനെ അങ്ങോട്ട് ഇന്ന് ചിന്തിക്കുന്നവരുണ്ടെങ്കിൽ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് വിടുതലിന്റെ ദിവസമാണ്. നിങ്ങൾ ആ ആവലാതി എല്ലാം അങ്ങ് വിട്. അവൻ ഇങ്ങനെ പറഞ്ഞു, അവൾ ഇങ്ങനെ പറഞ്ഞു, അപ്പൻ ഇങ്ങനെ പറഞ്ഞു, അമ്മ ഇങ്ങനെ പറഞ്ഞു, ചേട്ടൻ ഇങ്ങനെ പറഞ്ഞു, ചേട്ടത്തി ഇങ്ങനെ പറഞ്ഞു, പിള്ളേർ പറഞ്ഞു, അതെല്ലാം അങ്ങ് വിട്ടേര്. ഒന്നും വേണ്ട, എല്ലാം വലിച്ചെറിഞ്ഞിട്ട് എൻ്റെ ദൈവം എന്നെ മാനിക്കുന്നവനാണ്, എൻ്റെ ദൈവം എന്നെ സ്നേഹിക്കുന്നവനാണ്, എന്നെ വിളിച്ചവൻ വിശ്വസ്തനാണ്, അവൻ ഒരു നാളും എന്നെ ലജ്ജിപ്പിക്കുകയില്ല, ഞാൻ നാണിച്ചു പോകത്തില്ല, എൻ്റെ ജീവിതം തകരത്തില്ല, ഞാൻ കൃപയിൽ നിൽക്കും, എൻ്റെ കർത്താവിന് വേണ്ടി ഞാൻ കൃപയിൽ നിൽക്കും, എൻ്റെ ദൈവം എന്നെ ശക്തീകരിക്കും, എൻ്റെ ദൈവം എന്നെ ബലപ്പെടുത്തും, ഇവന്റെ മുന്നിൽ എൻ്റെ തല കർത്താവ് ഉയർത്തും എന്നങ്ങോട്ട് നിങ്ങൾ വിളിച്ചു പറയാൻ തീരുമാനിക്കുന്നുണ്ടെങ്കിൽ വാഗൊണ്ടല്ല, ഹൃദയത്തിൽ നിന്ന് പറയണം. അങ്ങനെ ഏറ്റെടുക്കാൻ നിങ്ങൾക്ക് സമ്മതമാണെങ്കിൽ ഇന്ന് നിങ്ങളുടെ പ്രശ്നത്തിന്റെ മുന്നേ കർത്താവ് ഇറങ്ങി വരാൻ പോകുകയാണ്. ഇയ്യോബിന് ഇറങ്ങി വന്നതുപോലെ നിങ്ങൾക്ക് കർത്താവ് ഇറങ്ങി വരാൻ പോകുകയാണ്. നിങ്ങളുടെ തലയെ കർത്താവ് പിടിച്ചങ്ങോട്ട് നിവർത്തി വയ്ക്കാൻ പോവുക. നിങ്ങൾ ക്ഷീണിക്കത്തില്ല, തളരത്തില്ല, നഷ്ടപ്പെടത്തില്ല, നശിച്ചു പോകത്തില്ല, തകർന്നു പോകത്തില്ല. ദൈവം സമ്മതിക്കത്തില്ല.
നിങ്ങളിപ്പോൾ ഏത് വിഷയത്തിന്റെ മുഖത്താണ് കംപ്ലീറ്റ് തല കുനിഞ്ഞിരിക്കുന്നത്, ഇപ്പൊ കർത്താവ് നിങ്ങളുടെ തല പിടിച്ചു നൂർത്താൻ പോവുക. ദൈവം അതേ ചെയ്യും, ദൈവത്തിനോട് കഴിയും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. ഞങ്ങൾ അധികമായി സ്നേഹിക്കുന്ന വാത്സല്യ പിതാവേ, ഒരു പ്രാവശ്യം കൂടി അമ്മച്ച അതിന്റെ പാദപീഠത്തിൽ കടന്നു വരുവാനും നിന്റെ കുഞ്ഞുങ്ങളെ ഓർക്കുവാനും അവർക്ക് ഈ ആലോചന കൊടുക്കുവാനും പ്രാർത്ഥിക്കുവാനും അതിന് ശക്തിയും ബലനും നീ തന്നല്ലോ. ഇന്ന് വേദപുസ്തകം വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ ഭാഗം ദൈവം എൻ്റെ ഹൃദയത്തിൽ കൊണ്ടുവന്നതിനായി സ്തോത്രം. ഈ കർത്താവെ തന്ന വാക്യങ്ങൾ നിന്റെ കുഞ്ഞുങ്ങളോട് ഷെയർ ചെയ്യുവാൻ ദൈവം എനിക്കൊരു ഭാഗ്യം തന്നല്ലോ. ദൈവം നിഷ്കളങ്കനെ നിരസിക്കയില്ല, ദുഷ്ടന്മാരുടെ ദുഷ്പ്രവൃത്തിക്കാരെ താങ്ങുകയില്ല. അവൻ ഇനിയും നിന്റെ വായിലെ ചിരിയും നിന്റെ അധരങ്ങളിൽ ഉല്ലാസഘോഷവും നിറയ്ക്കും. നിന്നെ പകയ്ക്കുന്നവൻ ലജ്ജ ധരിക്കും. ദുഷ്ടന്മാരുടെ കൂടാരം ഇല്ലാതെയാകുമെന്ന് പറഞ്ഞ് കർത്താവെ ചക്രവാക്ക് പറയുന്നത് പോലെ, ദൈവമേ തേനെ പോലെ പറയുന്നത് പോലെ പറഞ്ഞ് യോബിന്റെ ഹൃദയത്തിലേക്ക് അമ്പ് തറച്ചപ്പോൾ ദൈവം തന്റെ മഹത്വമോട് വെളിപ്പെടുത്തി അവന്റെ മുന്നിൽ തന്നെ കർത്താവെ അവനെ മുട്ടുമടക്കി വെച്ച് അവനെ കൊണ്ടുവന്ന് യോബിന്റെ മുന്നിൽ മുട്ടുമടക്കുവാൻ ദൈവം ശക്തനായി നിന്നെങ്കിൽ ഇന്ന് നിന്റെ കുഞ്ഞുങ്ങൾ ഏത് വിഷയത്തിന്റെ മുന്നേ, ആരുടെ വാക്കുകൾ കേട്ട് ആരുടെ പ്രവൃത്തികളെ കണ്ട് മുറിഞ്ഞു പോയി തലകുനിഞ്ഞ് നിൽക്കുന്നോ അവരുടെ മുന്നിൽ അവരെ കൊണ്ടുവന്ന് കർത്താവ് മുട്ടുമടക്കുവാൻ പോകുന്നതിനായി സ്തോത്രം. അവരെ കുനിപ്പിക്കാൻ പോകുന്നതിനായി സ്തോത്രം. നിന്റെ കുഞ്ഞുങ്ങളെ നിവർത്തി നിർത്തുവാൻ ദൈവം തമ്പുരാൻ ഇപ്പൊ ഇറങ്ങി വരുന്നതിനായി സ്തോത്രം. തന്റെ ജോലി സ്ഥലത്തോ തന്റെ ശുശ്രൂഷയിലോ തന്റെ ഭവനത്തിലോ തന്റെ കുടുംബജീവിതത്തിലോ തന്റെ വിദ്യാഭ്യാസത്തിലോ തന്റെ ജീവിതത്തിന്റെ ഏത് ഭാഗത്താണ് തന്നെ തകർത്തുകൊണ്ടിരിക്കുന്നത്, നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്, അവിടെ എന്റെ ദൈവത്തിന്റെ കരം ഇപ്പോൾ വെളിപ്പെടുന്നതിനായി സ്തോത്രം. നിന്റെ മഹത്വം അവിടെ ഇപ്പൊ ഇറങ്ങി വരുന്നതിനായി സ്തോത്രം. ദൈവത്തിന്റെ കരം അവിടെ ഇപ്പൊ ചലിക്കാൻ തുടങ്ങിയതിനായി സ്തോത്രം. നീ എഴുന്നേറ്റതിനായി സ്തോത്രം. നീ മഹത്വം പ്രവർത്തിക്കുന്നതിനായി സ്തോത്രം. കർത്താവേ, നിന്റെ വലിയ കരം അവിടെ വീര്യം പ്രവർത്തിക്കുവാൻ ആരംഭിച്ചതിനായി സ്തോത്രം. കരഞ്ഞതിനും നെടുപ്പീർപ്പ് വിട്ടതിനും മുറിഞ്ഞതിനും എല്ലാത്തിനും പ്രതിഫലം എന്റെ അപ്പച്ചൻ കൊണ്ടുവന്നതിനായി സ്തോത്രം. മുറിവുകളെ പൊറിപ്പിക്കുവാൻ, കണ്ണുനീരെ തുടയ്ക്കുവാൻ, കർത്താവേ നിന്റെ കുഞ്ഞുങ്ങളെ ശക്തീകരിക്കുവാൻ, ബലപ്പെടുത്തുവാൻ, അവങ്ങളെ ആനന്ദം കൊണ്ട് നിറയ്ക്കുവാൻ എന്റെ കർത്താവ് വന്നതിനായി സ്തോത്രം. 21-ാമത്തെ വാക്യം നിശ്ചയമായിട്ടും അങ്ങനെ തന്നെ എന്റെ കുഞ്ഞുങ്ങൾക്കുണ്ടാകട്ടെ. അവൻ ഇനിയും നിന്റെ വായിൽ ചിരിയും. കർത്താവ് ഇത്രയും നേരം കരഞ്ഞുകൊണ്ടിരുന്നോൻ, ഇത്രയും നേരം കർത്താവ് ആവലാതി പറഞ്ഞുകൊണ്ടിരുന്നോൻ, അവന്റെ വായിൽ ഇപ്പൊ ചിരി വരട്ടെ പച്ച. ആമീൻ, ചിരി വരട്ടെ. ആമീൻ, കർത്താവിന്റെ സ്തോത്രം. നിന്റെ വാദരങ്ങൾ ഉല്ലാസഘോഷവും ആമീൻ നിറയ്ക്കുമെന്ന് പറഞ്ഞാൽ, ഉല്ലാസഘോഷവും ആമീൻ നിറയ്ക്കുമെന്ന് പറഞ്ഞാൽ അത് അങ്ങനെ തന്നെ സംഭവിക്കട്ടെ പച്ച. ഉല്ലാസത്തിന്റെയും ജയത്തിന്റെയും ഘോഷം നിന്റെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് കാണുവാൻ കർത്താവ് സഹായിച്ചാട്ട്. അത്ഭുതത്തിന്റെ കരം, അതിശയത്തിന്റെ കരം, വിടുതലിന്റെ കരം ഇപ്പോൾ തന്നെ നിന്റെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ ഇപ്പൊ വെളിപ്പെടണം അപ്പച്ച. ആരായിരിക്കട്ടെ, ദൈവദാസന്മാരോ മിഷണറിമാരോ കർത്താവെ ദൈവ കുഞ്ഞുങ്ങളോ വേദപുസ്തകത്തിൽ നല്ലതായിട്ട് വളർന്നവരോ വളരാത്തവരോ ആരായിരുന്നാലും, രക്ഷിക്കപ്പെട്ടവരോ രക്ഷിക്കപ്പെടാത്തവരോ ആരായിരുന്നാലും ഈ പ്രാർത്ഥന കേൾക്കുന്ന ഓരോ വ്യക്തികളെയും എന്റെ ദൈവം തമ്പുരാൻ ഇന്ന് അനുഗ്രഹിക്കണമേ. അവരെ കൈവിടരുതേ, അവരെ തകർക്കരുതേ, അവരെ നശിപ്പിക്കരുതേ, അവരെ മറന്നു കളയരുതേ, അവരെ ഉപേക്ഷിക്കരുതേ, വേണ്ട എന്ന് വലിച്ചെറിയരുതേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. എന്റെ ദൈവത്തിന്റെ ഒരു വലിയ വീര്യപ്രവൃത്തി ഇപ്പോൾ നിന്റെ കുഞ്ഞുങ്ങൾ അനുഭവിക്കുവാൻ ദൈവം ഇവിടെ ഉണ്ട്, എന്നോട് കൂടെ ഉണ്ട്, എന്റെ കൂട്ടിനുണ്ട്. എന്റെ ദൈവം എന്നെ വിടുകയില്ല, എന്നെ തകർക്കയില്ല, നശിപ്പിക്കയില്ല. ഞാൻ തകർന്നു പോകത്തില്ല, ഞാൻ താളടി ആകത്തില്ല, ഞാൻ വീഴത്തില്ല. എന്റെ കർത്താവ് എന്നെ കൈ പിടിച്ചിട്ടുണ്ട്. എന്റെ ദൈവം എന്നെ നിലനിർത്തും, എന്റെ ദൈവം എന്നെ പരിപാലിക്കും, എന്റെ ദൈവം എന്നെ കാത്തു സൂക്ഷിക്കും. എനിക്കൊരു ദോഷവും തട്ടത്തില്ല, എന്റെ ഭവനം തകരുകയില്ല, എന്റെ ജോലി നഷ്ടപ്പെട്ടു പോകുകയില്ല, എന്റെ ജീവിതം തകരത്തില്ല, എനിക്കുള്ളതൊന്നും നഷ്ടമായി പോകത്തില്ല. ഇപ്പൊ എന്റെ കൈ വിട്ടു പോയിരിക്കുന്നെല്ലാം എന്റെ കൈ തന്നെ തിരിച്ചു വരും. എനിക്ക് നഷ്ടപ്പെട്ടത്, എനിക്ക് തകർന്നത്, ഇനി എനിക്കത് കാണുവാൻ പറ്റുമോ, എനിക്കത് ലഭിക്കുമോ, എന്റെ കയ്യിൽ അത് വന്ന് ചേരുമോ എന്ന് കർത്താവ് വേദനയോട് നെടുവീർപ്പോടുന്ന് കരഞ്ഞ കുഞ്ഞുങ്ങൾക്ക് അതെല്ലാം തിരിച്ചു മടിയിൽ കൊണ്ട് കൊടുക്കുന്നതിനായി സ്തോത്രം. അപ്പച്ചന്റെ വലിയ കരം ആ പ്രവൃത്തി ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നതിനായി സ്തോത്രം. അപ്പച്ച, ഇയ്യോബിന്റെ ജീവിതത്തിൽ എല്ലാം നീ തിരിച്ചു കൊടുത്തതുപോലെ നിന്റെ കുഞ്ഞുങ്ങൾക്കും കൊടുക്കുവാൻ ഇറങ്ങി വരുന്നതിനായി സ്തോത്രം. മഹത്വം എന്റെ അപ്പച്ചൻ ഇപ്പൊ വെളിപ്പെടുത്തനായി സ്തോത്രം. നിന്റെ ദിവ്യ ശക്തി എന്റെ അപ്പച്ചൻ ഇപ്പൊ വെളിപ്പെടുത്തനായി സ്തോത്രം. നിന്റെ വലിയ കരം ഇപ്പൊ അവിടെ ചലിക്കുന്നതിനായി സ്തോത്രം. അപ്പച്ച, ഞാനത് വിശ്വസിക്കുകയാണ്. നിനക്ക് അസാധ്യമായത് ലോകത്തിൽ ഒന്നുമില്ല. എല്ലാം നിനക്ക് സാധ്യമാകും, എല്ലാം നിനക്ക് സാധ്യമാകും. നിന്റെ കൈ നീട്ടിയിരിക്കാനായി സ്തോത്രം. നിന്റെ കൈ ആരും തടുക്കുവാൻ പറ്റത്തില്ല. ഞാൻ നിങ്ങൾക്കൊന്ന് പറയട്ടെ, നിങ്ങളെ വിടുവിക്കുവാൻ, നിങ്ങളുടെ മുറിവുകളെ പൊറിപ്പിക്കുവാൻ, നിങ്ങളുടെ വേദനയെ മാറ്റുവാൻ, നിങ്ങളുടെ കണ്ണുനീരിന് പരിഹാരം കൊടുക്കുവാൻ, നിങ്ങളുടെ വിഷയത്തിന് മറുപടിയുമായി എന്റെ കർത്താവ് നിങ്ങളുടെ നേരെ തന്റെ കൈയെ നീട്ടിയിരിക്കുകയാണ്. തന്റെ കൈയെ നീട്ടിയിരിക്കുകയാണ്.
ഒരുത്തനും അത് തടുക്കാൻ പറ്റത്തില്ല. ദൈവം കൈ നീട്ടിയെങ്കിൽ അത് ഒരുത്തനും തടുക്കാൻ പറ്റത്തില്ല. അനുഗ്രഹത്തിന്റെ കരമാണ് നീട്ടിയിരിക്കുന്നത്, അത്ഭുതത്തിന്റെ കരമാണ് നീട്ടിയിരിക്കുന്നത്. നിശ്ചയം കർത്താവ് ഇത് നിങ്ങളെ വലിച്ചെടുക്കും, നിങ്ങളെ വിടുവിക്കും, നിങ്ങളെ നിവർത്തി നിർത്തും. ദൈവത്തിന് സ്തോത്രം. യോബിന്റെ ജീവിതത്തിൽ നടന്ന എന്തുവാ? ഈ സ്നേഹിതന്മാരെ എല്ലാരെയും അവന്റെ മുന്നിൽ കൊണ്ടുവന്ന് മുട്ടുമടക്കി വെച്ച ദൈവം നിങ്ങളുടെ മുന്നിൽ നിങ്ങളുടെ ശത്രുവിനെ മുട്ടുമടക്കാൻ കൊണ്ടുവരാൻ പോകുകയാണ്. നിങ്ങൾ മുട്ടുമടക്കി കുനിഞ്ഞു നിൽക്കേണ്ട ഇടത്തില് നിങ്ങളെ എഴുന്നേൽപ്പിച്ച് നിർത്തി, നിവർത്തി നിർത്തി നിന്റെ ശത്രുവിനെ നിന്റെ പാദപീഠത്തിൽ കൊണ്ടുവന്ന് കർത്താവ് മുട്ടേ നിർത്തും. നിന്റെ ശത്രുവിനെ നിന്റെ പാദപീഠത്തിൽ കൊണ്ടുവന്ന് പറഞ്ഞ കർത്താവ് അങ്ങനെ തന്നെ ചെയ്യും. നിങ്ങളെ ആരും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഒരു ദോഷവും നിങ്ങൾക്ക് സംഭവിക്കത്തില്ല, ഒരനർത്ഥവും നിങ്ങൾക്ക് സംഭവിക്കത്തില്ല, ഒരാപത്തും നിങ്ങൾക്ക് വരത്തില്ല. നിങ്ങൾ നശിക്കത്തില്ല, നിങ്ങൾ തകരത്തില്ല. പ്രവചിച്ച് പറയാണ്, ദൂത് പറയാണ്, നിങ്ങൾ തകരത്തില്ല, നിങ്ങൾ കൈവിട്ട് പോകത്തില്ല, നിങ്ങൾ നശിക്കത്തില്ല. നിങ്ങൾക്കുള്ളതൊന്നും നിങ്ങളുടെ കയ്യിൽ നിന്ന് പോയി നഷ്ടപ്പെടുവാൻ ദൈവം തമ്പുരാൻ സമ്മതിക്കത്തില്ല. കർത്താവ് കൂടെ ഉണ്ട്, കൂട്ടിനുണ്ട്, കൈവിടത്തില്ല. നിശ്ചയം നിങ്ങളെ മാനിക്കും. ദൈവത്തെ മാനിക്കുന്ന കുഞ്ഞുങ്ങളെ ദൈവം മാനിക്കും. ദൈവത്തെ സ്നേഹിക്കുന്ന കുഞ്ഞുങ്ങളെ ദൈവം സ്നേഹിക്കും. ദൈവത്തോട് നിങ്ങൾ അടുത്തു വരുമ്പോൾ ദൈവം നിങ്ങളോട് അടുത്തു വരും. ദൈവകരങ്ങളിലേക്ക് നിങ്ങളെ ഏൽപ്പിക്കുമ്പോൾ കർത്താവ് ഉത്തരവാദിത്തോട് നിങ്ങളെ പരമേറ്റുകൊള്ളും. ദൈവം നിങ്ങളെ അത്ഭുതമായി നടത്തും. ദൈവത്തിലേക്ക് പരമേൽപ്പിക്കുക. നമ്മുടെ വിഷയങ്ങൾ, നമ്മുടെ കുഞ്ഞുങ്ങൾ, നമ്മുടെ ഭവനം, നമ്മുടെ ആവശ്യങ്ങൾ എല്ലാം കർത്താവിന്റെ കരത്തിലേക്ക് പരമേൽപ്പിക്കുക. നിങ്ങൾ ലജ്ജിക്കയില്ല, തലകുനിയയില്ല, നാണിച്ചു പോകത്തില്ല. കർത്താവ് ഈ പ്രാർത്ഥനയുടനായി സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഇതിൽ കേട്ടോണ്ടിരിക്കുന്ന ഓരോ കുഞ്ഞുങ്ങളുടെ മുറിവുകളും പൊറുക്കട്ടെ, വേദന മാറട്ടെ, കുനിഞ്ഞ തലയെല്ലാം നിവരട്ടെ, അപ്പച്ചന്റെ നാമം മഹത്വം എടുക്കട്ടെ. അതുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ഈ പ്രാർത്ഥനയുടനായി സ്തോത്രം. സകല മഹത്വം തരും എനിക്ക് അടിനെ താഴ്ത്തുന്നു യേശുവിന്റെ നാമത്തിൽ പിതാവേ, ആമേൻ, ആമേൻ, ആമേൻ. നിശ്ചയമാകെ നിങ്ങൾ വിശ്വസിക്കണം. ഈ വചനങ്ങൾ ഈ 8-ാം അധ്യായത്തെ മുഴുവൻ വായിച്ചു നോക്ക്. അത് മുഴുവൻ നല്ലതായിരിക്കും, വായിച്ചു നോക്ക്. ദൈവത്തിന് സ്തോത്രം. കർത്താവ് നിങ്ങൾ അങ്ങനെ തന്നെ മാറ്റും. ഈ പ്രാർത്ഥന മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. ദൈവം നിങ്ങൾ അനുഗ്രഹിക്കും. ഓക്കെ, താങ്ക് യു.